എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പള്ളിച്ചട്ടമ്പി, ബാലൻ, സീക്രട്ട് ഓഫ് കലിംഗ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ടൊവിനോ തോമസ് നായകനായി എത്തിയ പള്ളിച്ചട്ടമ്പി എന്ന പീരീഡ് ആക്ഷൻ ഡ്രാമ സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോണി ലീവാണ് പള്ളിച്ചട്ടമ്പിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ 24-ന് സോണി ലീവിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. 1950-കളിൽ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമാണ് ഈ ഒരു കഥയിൽ പറഞ്ഞു പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാലൻ എന്ന സിനിമയെ പറ്റിയാണ്. ദ ബാലൻ ദി ബോയ് ഇപ്പോഴിതാ OTT റിലീസിന് ഒരുങ്ങുകയാണ്. C5 ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മലയാളം സൈക്കോളജിക്കൽ മിസ്റ്ററി സിനിമയായ ഈ ഒരു സിനിമ C5-ൽ ജൂലൈ 31-ന് OTT റിലീസ് ചെയ്യും. ചിദംബരം സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ ഇപ്പോഴിതാ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ചിന്ന ചിന്ന ആസൈ എന്ന സിനിമയെ പറ്റിയാണ്. ചിന്ന ചിന്ന ആസൈ ഒരു ഫീൽ ഗുഡ് ഡ്രാമ സിനിമയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മലയാളത്തിനൊപ്പം തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് സീക്രട്ട് ഓഫ് കലിംഗ എന്ന സിനിമയെ പറ്റിയാണ്. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് സീക്രട്ട് ഓഫ് കലിംഗ. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജൂലൈ 24-ന് സൺ നെക്സ്റ്റിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ ബസൂക്കയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ആന്റണി വർഗീസ് നായകനായി എത്തുന്ന ആക്ഷൻ ത്രില്ലർ സിനിമയായ കാട്ടാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ സോണി ലീവാണ് കാട്ടാളൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഓഗസ്റ്റിലായിരിക്കാം കാട്ടാളൻ്റെ OTT റിലീസ് ഉണ്ടാകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന ഹോളിവുഡ് ഫാന്റസി ചിത്രത്തെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് അണലി എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഈ ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ മാസം അവസാനം തന്നെ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഇൻ നോബഡി എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി എത്തിയ ഈ ഒരു സിനിമ ഹയസ്റ്റ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ജൂലൈ 9-നായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയത്. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കല്യാണമരം എന്ന സിനിമയെ പറ്റിയാണ്. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് നാഗബന്ധനം എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഇപ്പോഴിതാ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമസോൺ പ്രൈം ആണ് OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വെൽക്കം ടു ജംഗിൾ എന്ന സിനിമയെ പറ്റിയാണ്. അക്ഷയ് കുമാർ നായകനാകുന്ന കോമഡി എന്റർടൈനർ സിനിമയാണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറിലാണ് OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓഗസ്റ്റ് വാരത്തിലായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഉയര് എന്ന സിനിമയെ പറ്റിയാണ്. റോഷൻ മാത്യു പ്രധാന കഥാപാത്ര വേഷത്തിലെത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഉയര്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആഗസ്റ്റ് മാസത്തിലായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.